കാവ്യയുടെ വീട്ടിലെ ഓരോ സന്ദർഭങ്ങളെയും സംഭവങ്ങളെയും കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത്. ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമെന്ന് കരുതുന്ന എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി. അച്ഛൻ്റെ ശവസംസ്കാരം എപ്പോഴായിരിക്കുമെന്ന് ചോദിച്ചത് ഇതുവരെ മറുപടി ലഭിക്കാത്തവരും ഇക്കൂട്ടത്തിലുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ അച്ഛൻ്റെ മരണത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഇത് സംഭവിച്ചിരിക്കുകയാണ് എന്ന് പറയാം. കാവ്യ ഇപ്പോൾ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. ആ പോസ്റ്റിലൂടെ തന്നെ അച്ഛനെക്കുറിച്ച് തനിക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം പറഞ്ഞിരിക്കുകയാണ്. ആരും ഇതുവരെ അധികമായി കാണാത്ത കുറച്ചധികം ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടാണ് ഇപ്പോൾ സന്തോഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്തൊരു കുറിപ്പ് തന്നെയാണ് ഇപ്പോൾ അതിന് താഴെ വരുന്നത്. കാവ്യയുടെ ആരാധകരുടെ പേജിൽ തന്നെയാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. വളരെ സ്നേഹത്തോടെ തന്നെ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമായി തന്നെ പറയുന്നു. എന്നും ഞാൻ എൻ്റെ അച്ഛൻ്റെ കൺമണിയാണ്, അതിലൊരു മാറ്റവും ഉണ്ടാകില്ല. എന്നും ഞാൻ എൻ്റെ അച്ഛന് അങ്ങനെ തന്നെയായിരിക്കും, അതെപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിച്ച് തന്നെയാണ് എല്ലാവരും അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്നുമുണ്ട്. കാവ്യയുടെ കുടുംബത്തിൽ ഇപ്പോൾ സംഭവിച്ച തീരാ ദുഃഖം തന്നെയാണ്, ഒരിക്കലും മറക്കാനാവാത്ത ദുഃഖം. എത്രയൊക്കെ പറഞ്ഞാൽ ആ കുടുംബത്തിന് പകരം ആകില്ല. അവർക്ക് അച്ഛനെ നഷ്ടപ്പെട്ടതിന് ഒന്നും ഇനി എന്ത് കൊടുത്താലും പകരമാകില്ല. വളരെ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. വളരെ ചെറുതിലെ കാവ്യ സിനിമയിൽ വന്ന സമയം മുതൽ തന്നെ കാവ്യയുടെ ഇടവും വലവുമായി നിന്ന ഒരു മനുഷ്യൻ. ശരിക്കും പറഞ്ഞാൽ അത്ര ആത്മാർത്ഥമായി കാവ്യ ജീവിതത്തിൽ വളരെയധികം തന്നെ മുന്നേറണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തി. അദ്ദേഹവും കാവ്യയും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാതെ കാത്തു സൂക്ഷിച്ചിരുന്ന ചില ഫോട്ടോസാണ് ഇപ്പോൾ പങ്കുവച്ചെത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ കൺമണി തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടെത്തുന്ന കാവ്യയുടെ ഒരു കുറിപ്പും. ഇതോടെ ഈ കുറിപ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. നിങ്ങൾ കാണാതെ പോയ പഴയ പടങ്ങളാണ് ഇതിനകത്തുള്ളത്. കാവ്യയുടെ അച്ഛൻ്റെ വിയോഗം തീർത്തും അപ്രത്യക്ഷമായിരുന്നു. ശരിക്കും ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം എന്നാണ് അറിയാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം അറിയാനും സാധിക്കും. പ്രേക്ഷകരും പറയുന്നതും ഇതേ കാര്യം തന്നെയാണ്. കലോത്സവ വേദികളിൽ മകൾക്കൊപ്പം നിൽക്കുക, പിറന്നാൾ വേദികളിൽ മകൾക്കൊപ്പം നിൽക്കുക, എല്ലായിടത്തും കാവ്യയുടെ അടുത്ത് തന്നെ നിൽക്കുന്ന കുഞ്ഞു കാവ്യയുടെ കൂടെ തന്നെ നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നത്. ഇതൊക്കെ കണ്ടു നിൽക്കാൻ കാവ്യയ്ക്ക് സഹിക്കാൻ മാത്രമാകില്ല. അത്രമാത്രം വേദനയായിരിക്കും. കാവ്യയുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പോലും ഞങ്ങൾക്ക് ഓർമ്മിക്കാനാകുന്നില്ല എന്നും ഓർക്കാൻ കഴിയുന്നില്ല എന്നും പറയുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും ചേട്ടനുമൊപ്പം കാവ്യ നിരവധി ചിത്രങ്ങൾ ഇതിനു മുൻപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്തൊരു താരമാണ് കാവ്യ. അച്ഛൻ്റെ ബിസിനസ് ടെക്നിക്കുകളാണ് മകളെന്നും ഫോളോ ചെയ്യാൻ നോക്കിയതും. മകൾക്കൊപ്പം നിഴലായി നിന്ന മാധവേട്ടൻ എന്നാണ് അദ്ദേഹത്തെ അടുപ്പക്കാർ പറയുന്നത്. ഷൂട്ടിംഗ് സെറ്റിൽ മാത്രമല്ല മകളുടെ യാത്രകളിലും കൂടി അച്ഛൻ മാധവൻ എപ്പോഴും കൂടെയുണ്ടായിരുന്നു. മകളെ അത്ര കാര്യമായി തന്നെ നോക്കിയ ഒരു അച്ഛൻ തന്നെയായിരുന്നു കാവ്യയുടെ അച്ഛൻ മാധവൻ എന്ന് എടുത്തു പറയാൻ സാധിക്കും നമുക്ക്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.